ഹായ് ഓൾ, ഇന്ന് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തതെന്ന് നമ്മൾ ഈ പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ കൂടെ നമ്മൾ നോക്കാൻ പോവാണ്. അതേപോലെ നാളെ എന്തൊക്കെയാണ് ലെവൽസ്, മെയ് 20 എന്തൊക്കെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് ചാർട്ടിലേക്ക് പോവാം. ചാർട്ടിലേക്ക് പോകുന്ന സമയത്ത് നിഫ്റ്റി 50യിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പം കറൻ്റ്ലി ഒരു 23,800 എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ചിലാണ് ആക്ച്വലി പ്രോപ്പർ റെസിസ്റ്റൻസ് ഉള്ള. പക്ഷെ അവിടം വരെ മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്യുക, അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ നടത്തി ബ്രേക്ക് ഔട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ ബ്രേക്ക് ഡൗൺ ആണ്, മാർക്കറ്റ് താഴോട്ട് വന്ന് ഓൾമോസ്റ്റ് 23,600 റേഞ്ചിലാണ് മാർക്കറ്റ് ഇന്ന് എൻഡ് ചെയ്തത്. ഓക്കെ, 700-750 റേഞ്ചിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 150 പോയിന്റ് താഴെ വീണ് ഒരു 600 റേഞ്ചിലാണ് ഇന്ന് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം കറൻ്റ്ലി ഇതൊരു സ്ട്രോങ് ആയ റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ് ഇപ്പം കറൻ്റ് നിൽക്കുന്നത്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റിൽ അടുത്ത ഒരു മൂവ്മെന്റ് മേലോട്ടേക്ക് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ മാർക്കറ്റിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേയിൽ ഉണ്ടായിരുന്നതും ഇല്ലെങ്കിൽ മെയ് 12 ഉണ്ടായിരുന്ന ആ സപ്പോർട്ട് തന്നെയാണ് പ്രീവിയസ്ലി സ്ട്രോങ് ആയ സപ്പോർട്ടായിട്ടുള്ളത്. അപ്പം ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ റേഞ്ചിലേക്ക് സപ്പോർട്ട് എടുത്ത് തിരിച്ചു വരാം. ഇല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് കയറുവാണെങ്കിൽ ഈ ഒരു ഏരിയ 23,800 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതല്ല ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്ട്രോങ് മൊമെന്റം നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. മൊമെന്റം കിട്ടാൻ ചാൻസസ് കുറവാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഗ്ലോബൽ അൺസർട്ടനിറ്റിയിലേക്ക് നിൽക്കുന്നുണ്ട്. അതേപോലെ ബ്രണ്ട് ക്രൂഡ് നല്ല രീതിയിൽ തന്നെ കയറിയിട്ടാണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് 107 ആണ് ഇപ്പോഴത്തെ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇന്ത്യൻ റുപ്പി ആണെങ്കിൽ ഇന്ന് ഫ്രഷ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 96.96 97.97ലേക്ക് ഓൾമോസ്റ്റ് റീച്ച് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. ഓക്കെ, 97ലേക്ക് റീച്ച് ചെയ്യുന്നു. അപ്പം അത്രയും മാർക്കറ്റ് കുറച്ച് വേസ്റ്റ് കണ്ടീഷനാണ്. ബട്ട് നിഫ്റ്റി ഹോൾഡ് ഓൺ ചെയ്യുകയാണ്. ഒരു ബെയറിഷ് ന്യൂട്രൽ അല്ല, അല്ലെങ്കിൽ ബെയറിഷ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതല്ല മാർക്കറ്റ് വെള്ളം കുറച്ചും കൂടെ ഗുഡ് ന്യൂസസ് വല്ലതും വരുവാണെങ്കിൽ മാത്രമേ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല രീതിയിലുള്ള പോസിറ്റീവ് മൂവ്മെന്റും മാർക്കറ്റിൽ കാണാൻ സാധിക്കുള്ളൂ. നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം. ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ പ്രീവിയസ്ലി ഇന്ന് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആ ഒരു ഏരിയ തന്നെ മാർക്കറ്റ് ഇന്ന് എൻഡ് ചെയ്യാം. വളരെ ഫ്ലാറ്റ് ആയ മൂവ്മെന്റ് ആണ്. വളരെ മാർക്കറ്റ് താഴോട്ടും വന്നില്ല, അല്ലെങ്കിൽ മേലോട്ടും പോയില്ല. ഇന്ന് ബെയറിഷോ ബുള്ളിഷോ ഒന്നും പറയാനില്ല. ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് വരുവാണെങ്കിൽ ഇത് തന്നെയാണ് പ്രീവിയസ് ഡേയിൽ പറഞ്ഞ അതേ സപ്പോർട്ടാണ് 52,700 റേഞ്ചും. അതേപോലെ റെസിസ്റ്റൻസ് ആയി 54,400 റേഞ്ചും ഇല്ലെങ്കിൽ 500 റേഞ്ച്, ആ റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് നിൽക്കും. ഓക്കെ, ഈ ഒരു റേഞ്ചിന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഒരു 55,000ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് മേജറായി നമുക്ക് പെർഫോമൻസ് നടത്തിയ ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ IT ആണ്. IT നല്ല രീതിയിൽ തന്നെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തു. അപ്പം മാർക്കറ്റ് നല്ല രീതിയിൽ കയറി ആ ഒരു ഏരിയയിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഓൾമോസ്റ്റ് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ ഒരു റെസിസ്റ്റൻസിനെ അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണ് ചെയ്തത്. നല്ല രീതിയിൽ താഴെയൊന്നും വന്നില്ല. ബട്ട് ഇതൊരു ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി IT അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. 31,600 എന്ന് പറഞ്ഞ റേഞ്ചിലേക്ക് ഓൾമോസ്റ്റ് ഒരു 1,200 പോയിന്റ്സിന്റെ മൂവ്മെന്റ് കിട്ടാനുള്ള ചാൻസസ് IT-യിലുണ്ട്. ഓക്കെ, അപ്പം IT ആണ് ആക്ച്വലി ഇന്ന് നിഫ്റ്റീനെ പിടിച്ചു നിർത്തിയത്. ഓക്കെ, നിഫ്റ്റീനെ ഇല്ലെങ്കിൽ നിഫ്റ്റി കുറച്ചും കൂടെ ബെയറിഷ് ആയേനെ. അപ്പം IT ഉള്ളത് കൊണ്ട് IT നല്ല രീതിയിൽ ബുള്ളിഷ് ആയത്, രാവിലെ തന്നെ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം കറന്റ് ബ്രോഡർ മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ ബ്രോഡർ മാർക്കറ്റ്സ് കുറച്ചും കൂടെ നിഫ്റ്റീനെ കാട്ടി കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു റെസിസ്റ്റൻസ് പ്രീവിയസ്ലി ഉണ്ടായിരുന്നു, ഒരു സ്മോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ആ ഒരു ഏരിയയിൽ തന്നെ എൻഡ് ചെയ്യാണ്. അതൊരു ചെറിയൊരു ബുള്ളിഷ് മൊമെന്റം രാവിലെ ഉണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് ഒരു ഡ്രാഗ് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 0.7% മൂവ്മെന്റം. അതേപോലെ സ്മോൾ ക്യാപ്പ് ആണ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഓൾമോസ്റ്റ് 1% മൂവ്മെന്റം ഇന്ന് കിട്ടിയിരുന്നു. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സപ്പോർട്ടിനെ താഴെ ഇന്നലെ ബ്രേക്ക് ചെയ്ത് താഴെ പോയിരുന്നു. അവിടെ നിന്ന് അത് തിരിച്ച് റീഗെയിൻ ചെയ്ത് ആ സപ്പോർട്ടിന്റെ മുകളിലാണ്
ഇന്ന് ട്രേഡ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് ഈ ഒരു റേഞ്ചിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. കറന്റ് നല്ലൊരു ട്രേഡിംഗ് സ്പേസ് ഉണ്ട് സ്മോൾ ക്യാപ്പിൽ. അപ്പം നല്ലൊരു മൊമെന്റം സ്മോൾ ക്യാപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം കറന്റ്ലി Q4 റിസൾട്ട്സിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു വീക്കും നല്ല രീതിയിലുള്ള സ്റ്റോക്സുകളുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പം ന്യൂസ് ബേസ് ഉള്ള ട്രിഗേഴ്സുകൾ അവോയ്ഡ് ചെയ്യുക, പരമാവധി അവോയ്ഡ് ചെയ്യുക. നല്ല രീതിയിലുള്ള വോൾട്ടാലിറ്റി ഉണ്ടാവും. അപ്പം ഇല്ലെങ്കിൽ നിങ്ങൾ ആ വോൾട്ടാലിറ്റി നോക്കിയാണ് ട്രേഡ് ചെയ്യാൻ, പ്രോപ്പറായ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.